മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്നത്തെ കാലത്ത് നാരായണീയം പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ഒരു പതിവാക്കിയിട്ടുണ്ട്. നാരായണീയൻ പാരായണം ചെയ്യുക എന്നുള്ളത് അത് നാരായണീയത്തിന് കേരളത്തിലും കേരളത്തിന് പുറത്തും കിട്ടിയിട്ടുള്ളതായിട്ടുള്ള പ്രചുരമായിട്ടുള്ള പ്രചാരത്തിൻ്റെ ഫലമായിട്ട് അത് മനസ്സിന് സമാധാനം നൽകണു എന്നുള്ളത് കൊണ്ടാണ് ഇത്രത്തോളം ഒരു പ്രചാരം അതിന് സിദ്ധിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോൾ അത് ദിവസേന ചെയ്യില്ല എന്നുള്ളത് പലരും ഒരു പതിവാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയിട്ട് ചെല്ലുക എന്നുള്ളത് കുറച്ചും കൂടിയും ഉപകരിക്കും. സംസ്കൃതത്തിലുള്ളതായതുകൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സുഖം ഉണ്ടാവും എന്നുള്ള തോന്നലുകൊണ്ട് അതിൻ്റെ അർത്ഥം കൂടി ഒന്ന് പറയാം എന്ന് വിചാരിച്ചു. അർത്ഥം പലരും പറഞ്ഞിട്ടുണ്ട്. നാരായണീയത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ അനവധി ഉണ്ടായിട്ടുണ്ട്. അനവധി ഗ്രന്ഥങ്ങൾ വ്യാഖ്യാന രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അങ്ങനെ വ്യാഖ്യാനിച്ച് വായിച്ച് അറിവുണ്ടാക്കാനുള്ളതായിട്ടുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു പറഞ്ഞ് കേൾക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിൽ ഉറയ്ക്കും എന്നുള്ളത് കൊണ്ട് പലരുടെയും അഭിപ്രായം അനുസരിച്ച് ആവശ്യം അനുസരിച്ച് അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങുകയാണ്. ആദ്യത്തെ ശ്ലോകം ചില സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനം. ഗുരുവായൂരപ്പൻ സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് എന്നുള്ളത് സങ്കല്പിച്ചുകൊണ്ട് അതാണ് ഈ ശ്ലോകത്തിൽ പ്രധാനമായിട്ട് പറയണത്. ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം ഗുരുവായൂരപ്പനെ ഏകീഭവിപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ ബ്രഹ്മം തന്നെ, സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ആ ബ്രഹ്മം എന്നുള്ള ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സുപ്രീം ബീയിങ്, ഏറ്റവും വലിയ ശക്തി, പരാശക്തി എന്നൊക്കെ പറയണില്ലേ, ഏറ്റവും വലിയതായിട്ട് ശക്തി, ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ഉണ്ടാക്കും നശിപ്പിക്കുകയൊക്കെ ചെയ്യണതായിട്ടുള്ള ആ ശക്തിക്ക് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയണത്. ആ ശക്തി തന്നെയാണ് അവിടെ ഗുരുവായൂരിൽ ഉള്ളത് എന്ന് സമർത്ഥിക്കുകയാണ് പറഞ്ഞുകൊണ്ടാണ് ആദ്യം നാരായണീയം തുടങ്ങുന്നത്. സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാന്ദ്രം ഇടതൂർന്നത്, കട്ടിയായിട്ടുള്ളത് എന്നൊക്കെ അർത്ഥം. അങ്ങനെയുള്ളതായിട്ടുള്ള ആനന്ദം, സാന്ദ്രമായിട്ടുള്ള ആനന്ദം, അവബോധം. ആനന്ദം എന്ന് വെച്ചാൽ സന്തോഷം. സാന്ദ്രമായിട്ടുള്ള സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയിലെ ദുഃഖത്തിൻ്റെ കണിക പോലും ഇല്ലാതെ കണ്ട് വരുന്ന തുടർച്ചയായിട്ടുള്ളതായിട്ടുള്ള സന്തോഷം, ആനന്ദം. അങ്ങനെയുള്ളതായിട്ടുള്ള ആനന്ദ സ്വരൂപമാണ് ബ്രഹ്മം. ആ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആനന്ദം തന്നെയാണ്. ആനന്ദം ഉള്ളത് എന്നൊന്നുമല്ല, ആനന്ദ സ്വരൂപം തന്നെയാണ് ബ്രഹ്മം. അതുമാരെ അവബോധാത്മകം, ജ്ഞാനാത്മകം. അവബോധം എന്ന് വെച്ചാൽ ജ്ഞാനം, സാന്ദ്രമായിട്ടുള്ള ജ്ഞാനം. സാന്ദ്രമായിട്ടുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം വ്യർത്ഥമാണ് എന്നുള്ളതാണ് യഥാർത്ഥ ജ്ഞാനം. ആ ജ്ഞാനം, ആ സാന്ദ്രമായി അത് ഉറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഭഗവാൻ തന്നെയാണ്, ഞാൻ എന്നിലുള്ള ആളും വേറെ ഉള്ള ആളും ഭഗവാൻ തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള വിചാരം അത് തുടർച്ചയായിട്ടുണ്ടാവണം. അല്ലാതെ കണ്ട ഇടയിൽ ഇപ്പോൾ ഞാൻ ഒന്നാണ് എന്ന് തോന്നി 2 നിമിഷം കഴിഞ്ഞാൽ അത് മാറി, അങ്ങനെയുള്ളതല്ല. അപ്പോൾ സാന്ദ്രമായിട്ടുള്ള ആ ജ്ഞാനത്തിന് ഒട്ടും വ്യത്യാസം വരാതെ കണ്ടുള്ളതായിട്ടുള്ള ജ്ഞാനം, ആ ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ. സാന്ദ്ര ആനന്ദാവ ബോധാത്മകം, അങ്ങനെയുള്ളതായിട്ടുള്ള അവബോധം ഉള്ള സ്വരൂപം ബ്രഹ്മത്തിൻ്റെ സ്വരൂപം അതാണ്. ജ്ഞാനസ്വരൂപവും ആനന്ദസ്വരൂപവും ആണ്. ആ ജ്ഞാനത്തിനും ആനന്ദത്തിനുമൊക്കെ ഒരു കട്ടി കൂടും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സച്ചിദാനന്ദം എന്നുള്ളതായിട്ടുള്ള രൂപം എന്നുള്ളതിനെയാണ് ഇവിടെ പറയണത്. ആ സത്ത് എന്നുള്ളത് അങ്ങനെ വർത്തിക്കുന്നതാണ്. ഉണ്മ ഉണ്ട് അതിന്, എക്സിസ്റ്റിംഗ് ആണ്. അതില്ല എന്ന്, ബ്രഹ്മം എന്നൊന്നില്ല
എന്ന് പറയാം. നമുക്ക് കാണാൻ പറ്റണില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ബ്രഹ്മമൊന്നും ഇല്ല എന്നില്ല, സത്യസ്വരൂപനാണ്. അപ്പോൾ സത്ത്, ചിത്ത്, ആനന്ദം. പ്രകാശാത്മകാണ് അതായത് ജ്ഞാനാത്മകം. ആനന്ദാത്മകാണ്, സത്യസ്വരൂപനാണ്. സത്യസ്വരൂപം, ചിത്ത്, ബോധം എന്നുള്ളതാണ് പ്രകാശം. പിന്നെ ആനന്ദം. ഈ 3 സ്വരൂപത്തോടു കൂടിയതാണ് പരബ്രഹ്മം എന്നുള്ളതാണ് സാന്ദ്രാനന്ദാവബോധാത്മകം എന്നുള്ള പദത്തിനർത്ഥം. അനുപമിതം കാലദേശാവധിഭ്യം എന്നുള്ളത് കൊണ്ട് കാലം കൊണ്ടോ ദേശം കൊണ്ടോ ഉള്ളതായിട്ടുള്ള അവധികളില്ലാത്തത്. അനുപമിതം എന്നുള്ളത് ഉപമിതമല്ല, ഉപമിക്കാൻ വയ്യ, ഒന്നിനോടും ഉപമിക്കാൻ വയ്യ എന്നുള്ളത്. അതായത് ഭഗവാന് തുല്യനായിട്ട് വേറെ ഒന്നില്ല, തുല്യനായിട്ട് വേറെ ഒന്നുണ്ടെങ്കിലേ അതിനോട് ഉപമിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താമര പോലെയുള്ള മുഖം എന്ന് പറഞ്ഞാൽ ആ താമരയോട് ഉപമിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ വേറൊന്നിനോട് ഉപമിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വസ്തു ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഭഗവാന് തുല്യനായിട്ട് വേറെ ഒന്നില്ലാത്തത് കൊണ്ട് വേറെ ഒന്നിനെ ഭഗവാനെ വേറെ ഒന്നിനോടോ ഉപമിക്കാൻ പറ്റില്ല. അനുപമിതം എന്നുള്ളതിന് അർത്ഥമാണ്. കാലദേശാവധിഭ്യം നിർമുക്തം എന്ന് പറയുമ്പോൾ നിർമുക്തം എന്നുള്ളത് അങ്ങോട്ടാണ് അന്വയിക്കേണ്ടത്. കാലദേശാവധിഭ്യം നിർമുക്തം, കാലം കൊണ്ടോ ദേശം കൊണ്ടോ ഉള്ളതായിട്ടുള്ള അവധികൾ. അവധി എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ എന്ന് പറയും. ആ ലിമിറ്റേഷൻ ഇല്ലാത്തത്. ഭഗവാൻ ഇന്ന കാലത്ത് ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ ഇന്ന കാലത്ത് ജനിച്ചു, ഇന്ന കാലത്ത് മരിച്ചു, ഇങ്ങനെയൊന്നും ഉള്ളതായിട്ടുള്ള കാലം കൊണ്ടുള്ളതായിട്ടുള്ള അവധി ഇല്ല, ലിമിറ്റേഷൻ ഇല്ല. അതായത് എന്നും ഉള്ള പ്രപഞ്ചത്തിൻ്റെ ആദി എന്നുള്ളതൊന്നുമില്ല പ്രപഞ്ചത്തിന് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ തുടക്കമില്ല അവസാനമില്ല, അങ്ങനെയുള്ളതായിട്ടുള്ള കാലം കൊണ്ടുള്ളതായിട്ടുള്ള അവധിയില്ല. ഇനി ദേശം കൊണ്ടുള്ള അവധിയുണ്ടോ? ഇന്ന ദിക്കിലേ ഭഗവാനുള്ളൂ എന്നുള്ളതില്ല. അതായത് ഇപ്പോൾ ഭാരതത്തിലേ ഉള്ളൂ, അല്ലെങ്കിൽ ജെറൂസലമിലേ ഉള്ളൂ, അങ്ങനെയുള്ളതൊന്നുമില്ല. എല്ലാ ദിക്കും കാലം കൊണ്ടും ദേശം കൊണ്ടും പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നതായിട്ടുള്ള ഒരു ശക്തി ആണ് ആ പരബ്രഹ്മം എന്നുള്ളതാണ്. അങ്ങനെ കാലദേശാവധിഭ്യാം നിർമുക്തം, അങ്ങനെയുള്ളതായിട്ടുള്ള കാലം കൊണ്ടോ ദേശം കൊണ്ടുള്ളതായിട്ടുള്ള ലിമിറ്റേഷനൊന്നും ഇല്ലാത്തത്, അതിൽ നിന്നെല്ലാം മോചിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. അതൊന്നും അവധിയൊന്നും ഇല്ലാത്ത ആൾ. നിത്യമുക്തം, ഇനി സ്വയം നിത്യമായിട്ട് എന്നും മുക്തനാണ്. അതായത് സംസാര ദുഃഖം എന്നുള്ളതില്ല. അപ്പോൾ അവതാരങ്ങൾ അനവധി നമ്മൾ പറയുന്നുണ്ട്. ആ അവതാരങ്ങളൊന്നും സാക്ഷാൽ ബ്രഹ്മത്തിനെ ബാധിക്കണതല്ല. നിത്യമായിട്ട് മുക്തസ്വരൂപനാണ് അദ്ദേഹം. സംസാരം എന്നുള്ളതൊന്നുമില്ല. അദ്ദേഹം സ്വയം ഓരോരോ ലീലകൾക്ക് വേണ്ടിയിട്ട് സ്വീകരിക്കണത് എന്നുള്ളതല്ലാതെ കണ്ട് അതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കണില്ല. ഈ പരബ്രഹ്മത്തിനെ, പരമശക്തിയെ ഇതൊന്നും ബാധിക്കണതല്ല. നിത്യമുക്തം. നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം. 2 തരത്തിലും പറയാം. നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം. ഈ ഭഗവാൻ ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് അതെപ്പോഴും പ്രകാശിച്ചും കൊണ്ടിരിക്കണതാണ്. എങ്ങനെ പ്രകാശിച്ചും കൊണ്ടിരിക്കണോ അത് ഭഗവാനെ കുറിച്ച് അറിയാൻ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഗമം എന്ന് പറഞ്ഞാൽ ശ്രുതികൾ, വേദങ്ങളിലെ സംബന്ധിച്ചിട്ടുള്ളതായിട്ടുള്ള ഉപനിഷത്തുകൾ, അങ്ങനെയുള്ളതായിട്ടുള്ള പുരാണ ഗ്രന്ഥങ്ങളൊക്കെ, അങ്ങനെയുള്ളതായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ ഉക്തികൾ, അതിൽ പറയണതായിട്ടുള്ള വാക്കുകൾ, ആ വാക്കുകളെ കൊണ്ട് ശോഭിക്കണതാണ്. അതുകൊണ്ട് പ്രകാശിപ്പിക്കണം. അതാണ് ഇതിനെയൊക്കെ ഈ ഭഗവാനെ പ്രകാശിപ്പിക്കാനായിട്ട് നമുക്ക് കാണിച്ചു തരാനുള്ളതായിട്ടുള്ള ആ ഉപാധികൾ അതൊക്കെയാണ്. പക്ഷേ ഇതുകൊണ്ടൊക്കെ മുഴുവനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നിട്ടും അവ്യക്തമായിട്ടിരിക്കണോ എന്നാണ്. വ്യക്തത ആവണില്ല. ഇതുകൊണ്ടൊന്നും നമുക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് അറിയാനായിട്ട് സാധിക്കണില്ല അദ്ദേഹത്തിൻ്റെ സ്വരൂപം എന്നുള്ളതാണ്. എന്നാൽ പിന്നെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അപൂർവം ചിലരൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ദൃഷ്ടമാത്രേ. അങ്ങനെ കാണുകയാണെങ്കിൽ, അതായത് ഉള്ളിൽ ഞാൻ തന്നെയാണ് ആ ശക്തി തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളതായിട്ടുള്ള അറിവുണ്ടാവുമ്പോൾ, ദൃഷ്ടമാത്രേ, അങ്ങനെ കാണുന്ന ഉടൻ തന്നെ പുനരൊരു പുരുഷാർത്ഥാത്മകം, ആ ഒരു പുരുഷാർത്ഥം, നമ്മുടെ മുക്തി പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ 4 പുരുഷാർത്ഥങ്ങളാണ്. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ. അതിൽ മോക്ഷം ആണ് ഏറ്റവും വലിയതായിട്ടുള്ള പുരുഷാർത്ഥം. ആ മോക്ഷം എന്നുള്ളതായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ള, വലിയതായിട്ടുള്ള, ഏറ്റവും വലിയ പുരുഷാർത്ഥം മോക്ഷമാണ്. ആ മുക്തി സ്വരൂപമാണ് ഭഗവാൻ എന്നുള്ളതാണ്. നമ്മൾ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മുക്തി ഭഗവാന്റെ സ്വരൂപത്തിലേക്ക് അങ്ങോട്ട് ലയിച്ചു കഴിഞ്ഞു.
അങ്ങനെ ആ ദൃഷ്ടമാത്രേ നമ്മൾ അറിയാൻ കഴിയുമ്പോൾ, ഭഗവാനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നമ്മൾ തന്നെ മുക്തിസ്വരൂപമായിട്ട് തീരണു. ആ ഭഗവാൻ മുക്തിസ്വരൂപമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ദൃഷ്ടമാത്രേ പുനരുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ബ്രഹ്മം ആകുന്നതായിട്ടുള്ള തത്വം രണ്ടായിട്ടും പറയാം, ബ്രഹ്മതത്വം എന്ന് ഒന്നിച്ചും പറയാം. ആ ബ്രഹ്മമാകുന്നതായിട്ടുള്ള ആ തത്വം, ആ ശ്രേഷ്ഠമായിട്ടുള്ള ആ തത്വം സാക്ഷാത്തായിട്ട് നമുക്ക് പ്രത്യക്ഷമായിട്ട് ഇവിടെ താവൽ ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ, ഈ ഗുരുഭവനപുരത്തിൽ ഗുരുവായൂരിൽ സാക്ഷാത്തായിട്ട് നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണിച്ചു തന്നിരിക്കണു എന്ന് വർത്തിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഇദ്ദേഹത്തിനെ തന്നെ നമ്മൾ ആ പരമമായിട്ടുള്ള ശക്തിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഗുരുവായൂരുള്ളതായിട്ടുള്ള ഈ ഭഗവാനെ തന്നെ സാക്ഷാത് പരമമായിട്ടുള്ള ആ ശക്തിയായിട്ട് ധ്യാനിച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിലിരിക്കുമ്പോൾ ആ അനുഭവം നമുക്കുണ്ടാവണു എന്നുള്ളതാണ്. ഹന്തഭാഗ്യം ജനാനം, എല്ലാ ജനങ്ങളുടെയും ഭാഗ്യം തന്നെ. അതായത് വളരെ വിഷമായിട്ട് അറിയാൻ സാധിക്കാത്തതായിട്ടുള്ളൊരു തത്വം, അറിയാൻ വളരെ വിഷമമായിട്ടുള്ള തത്വം ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെയൊക്കെ ഭാഗ്യം തന്നെ, ഈ ജനങ്ങളുടെയൊക്കെ ലോകത്തിയുടെ എല്ലാവരുടെയും ഭാഗ്യം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒന്നാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുകയാണ്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം.